ഇപ്പോൾ KPCC അധ്യക്ഷൻ സംസാരിക്കുകയാണ് തിരുവനന്തപുരത്ത്. ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ വിശേഷിപ്പിച്ചിട്ടില്ല. ഈ ഭരണത്തെ ഒന്നും ഞങ്ങൾ ഇതുപോലെ അപലപിച്ചിട്ടില്ല. ഈ ഭരണത്തെ ഒന്നും നമ്മൾ ഒരിക്കലും ഇതുപോലെ വിമർശിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? അവർ സാധാരണ മനുഷ്യന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നു, ഈ മുഖ്യമന്ത്രിയുടെ മാറ്റം കേരളത്തിന് അനിവാര്യമാണ്. ഈ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ടൊരു ദിവസം മുൻപോട്ട് പോകാൻ സാധിക്കില്ല. ഒന്നുകിൽ CPM എന്ന് പറയുന്ന പാർട്ടി തീരുമാനിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം. പ്രക്ഷോഭത്തിന്റെ തീച്ചുളയിൽ ഈ സർക്കാരിനെ ചുട്ടുകരിക്കണം. അതിന് മനസ്സുവരിക്കാനുള്ള താല്പര്യം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്കുണ്ടാവണം. ഇന്നലെയുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. യൂത്ത് കോൺഗ്രസുകാർ അവകാശ സമരാണ്. പോലീസിനെ കല്ലെറിഞ്ഞിട്ടില്ല, പോലീസിനെ തെറി വിളിച്ചിട്ടില്ല, പോലീസിനെ തള്ളിയിട്ടില്ല. എന്റെ കുട്ടികളെ, ഒന്നും ചെയ്യാത്ത പാവം കുട്ടികളെ നിരവധി പോലീസുകാർ വളഞ്ഞു വെച്ച് അടിച്ച് തലയും കൈയും കാലും പൊട്ടിച്ച് ആശുപത്രിയിൽ കിടക്കുന്നു. ഈ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാമോ? ഈ സർക്കാരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ? പോലീസുകാരുടെ തോന്നിയവാസം, ആ തോന്നിയവാസം തീർക്കാനും മാറ്റാനും പറ്റില്ലെങ്കിൽ രാജിവെച്ചു പോകണം പിണറായി. മക്കൾക്ക് പണമുണ്ടാക്കിയാൽ പോരാ, കുടുംബത്തിന് പണമുണ്ടാക്കിയാൽ പോരാ. ആ പണമുണ്ടാക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്കും വേണം. ജനങ്ങൾക്കും സമാധാനപരമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതാണ് ഒരു ഭരണാധികാരി. പിണറായി വിജയൻ അതാവില്ല എന്ന് ഇതിനകം കേരളം തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കാൻ കേരളത്തിലെ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് വരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസ് ആ ജനതയുടെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുമെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇത്ര മാത്രമേ എനിക്ക് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് സംസാരിക്കാനുള്ളൂ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട മേഡം ദീപാദാസ് മുൻഷിയെ സാദരം ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയിക്കുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു, അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു KPCC അധ്യക്ഷനായ K. സുധാകരൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് ലാത്തി ചാർജിൽ അങ്ങേയറ്റം അമർഷത്തോടുകൂടിയാണ് സംസാരിച്ചത്. ഈ സർക്കാരിന് തുടർന്നു പോകാൻ യാതൊരുവിധ അവകാശവുമില്ല, ഈ സർക്കാരിനെ ഉൾക്കൊള്ളാനാവില്ല. പോലീസിന്റെ വീഴ്ചകൾക്കെതിരെ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനെ പോലീസിന്റെ മേൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത സാഹചര്യമാണ് സർക്കാരിന്, പിണറായി വിജയന് എന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് K. സുധാകരൻ. ഏതായാലും കണ്ണൂരിലും തിരുവനന്തപുരത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നു. കണ്ണൂരിൽ ജലപീരങ്കി പ്രയോഗത്തിലേക്ക് പോയെങ്കിലും ഏതായാലും ഇപ്പോൾ അവിടെ സമാധാനപരമായ മാർച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ പ്രതിഷേധം തുടരുകയുമാണ്.